ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഡബിൾ ആർ സ്റ്റുഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പോലെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. യെസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഗൈസ്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ്. സോ ഹൗസ് വാമിങ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊന്നും വരാൻ പറ്റില്ല, ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. സോ അവരെല്ലാവരും ഇന്ന് വരും. കുറേ പേര് ഇന്ന് രാവിലെ വരെ നേടി എനിക്ക് വരാൻ പറ്റില്ലടി, വിടുന്നില്ലടി വീട്ടിലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നിമിഷം ഒരാൾ വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അത് ആരാ ഞാൻ പറയില്ല. അപ്പോൾ ആര് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കരഞ്ഞു പോയി. ആദ്യമൊക്കെ ഞാൻ വിളിച്ചിട്ട് പിന്നെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ കരഞ്ഞു. കാരണം ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്കൊക്കെ വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ട്, ഞാനിപ്പോൾ 10ലേക്കാണല്ലോ. ഈ 9 വർഷവും എൻ്റെ വീട്ടിലേക്ക് ഒരു ഫ്രണ്ട്സും വന്നിട്ടില്ല. സോ വരുവാണെങ്കിൽ ഒരാളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ബീഗം. അങ്ങനെ അവൾ മാത്രം വന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ ഇതുവരെ ആരും വന്നിട്ടില്ല. സോ അത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞാൽ. ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയും ഞങ്ങൾ ഫ്രണ്ട്സ് ഇന്ന് സ്ലീപ്പ് ഓവറാണ് വീട്ടിൽ നിന്ന് അവർ വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറേ ആഗ്രഹിക്കും. പക്ഷേ അതിനൊരു അവസരം നമുക്ക് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് അവരെല്ലാവരും വരും, നമ്മൾ അടിച്ച് ഫുഡ് കഴിക്കും, ഒബ്രോളൊക്കെ കൊണ്ടുപോകും, സെറ്റായിരിക്കും. അപ്പോൾ എല്ലാവരും വൈകുന്നേരമൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി നിൽക്കണം. ഒബ്രോളിൽ പോകണ്ടേ, അപ്പോൾ അവർ വരുമ്പോൾ റെഡിയായി നിൽക്കാമല്ലോ. പിന്നെ അവർ വന്നിട്ട് റെഡിയാവാൻ നടക്കില്ല. രാവിലെ വരെ ഒരുത്തി വിളിച്ചിട്ട് പറഞ്ഞു, ജിയ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് വരാൻ പറ്റില്ല, എടി ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അവൾ വേറൊരാളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. പക്ഷേ അവൾ ചതിച്ച്, മീൻസ് അവൾ വേറൊരു സ്ഥലത്തോട്ട് നേരെ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വരൂലടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അവളുടെ അമ്മേനെ അച്ഛനെ എല്ലാവരെയും വിളിച്ച് ഇതാക്കിയാണ് അവളെ വിട്ടത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരുത്തിയുടെ അച്ഛൻ്റെ സർജറിയാണ് ഇന്ന്. എന്നിട്ടും അവൾ അത്ര കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ ദൂരമുണ്ട്. അവിടെ നിന്ന് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി വരികയാണ്. അവൾക്കുള്ളതാണ്. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഇവിടെ റോഡ് പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ പോയി കൂട്ടേണ്ടി വരും. മിക്കവാറും കൂട്ടാണ്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്, പൊളിക്കാനെന്നൊക്കെ. ചുരുൾ മാനസം ഗൈസ്, ഒരു പാട്ട് കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, വഴികളൊക്കെ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും പകലിൽ എന്റെ ഫ്രണ്ട് ജെനി, ഫ്രണ്ട് ഗൗരി, ഇതാണ് എന്റെ ഫ്രണ്ട് ബീഗ. ഇവളെ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. മോളെ ജിയ ഗൈസ്, ഇവൾക്ക് ശൈയാണ് ഗൈസ്. ക്യാമറയിൽ വരാൻ ഇതാണ് ജിയ, പപ്പിട് മോൾ. ഫോട്ടോ എടുപ്പിലാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഒബ്രോണിലോട്ട് പോവുകയാണ്. എല്ലാവരും ഉണ്ട്, ഒരാൾ മാത്രമില്ല. നമ്മൾക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ടായി. ഹലോ ചെമ്പരത്തി നല്ല ചെമ്പരത്തി നല്ല പെണ്ണം പറന്നോണം വളരുന്നത് അവളുടെ ചിരി എൻ്റെ ഉള്ളിൽ മഞ്ഞല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ ഒബ്രോണെത്തിരിക്കുന്നു.
നോക്കൂ, ഇവിടെ നോക്കൂ. നമ്മളിപ്പോൾ ബാത്റൂമിലാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ 4th ഫ്ലോറിലെ ബാത്റൂമിൽ നിൽക്കുവാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഷൈയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് അവരൊക്കെ പോയി. അവർ പോയൊന്നും എടുക്കാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പോയി ഗൈസ്. 2 ബീഗവും ജിയും വൈകുന്നേരമായി പോയപ്പോൾ 6 മണിയായി. ബാക്കി എല്ലാവരും 3 മണി 4 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ട് പോയി. അവർ വീണ്ടും ഞങ്ങൾ ഒബ്രോണിലൊക്കെ പോയി വീണ്ടും ഇവിടെ വരെ വന്ന് അടിപൊളിയായിരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, മീൻസ് മറന്നുപോയി. ഫിറ്റ് ചെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫിറ്റ് ചെക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും പോയി കാണുക ഷോർട്സായിട്ട്. അപ്പോൾ അവരുടെ കൂടെ എൻ്റെ എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസമായി. ഞാൻ എപ്പോഴാണ് ഓർത്തത് അയ്യോ എൻ്റെ എടുത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഫ്രണ്ട്സ് വീട്ടിൽ വന്നു, അടിപൊളിയായിരുന്നു. അവരോടൊക്കെ നല്ല താങ്ക് യു പറയണം. അവർ തന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ, അത് വേറെ ഏട്ടനി വിടണ്ടല്ലോ. ഗൈസ്, ഒരാൾ തന്നത് അവൾ ഓൾറെഡി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ആമിന മറിയം ബീഗം. പിന്നെ അവൾ സ്നാക്സ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. ഇത് സ്പൈസി കൊറിയൻ്റെ ഒരു ഫ്ലേവർ ലോഡ്സ്, പിന്നെ ഏതാ തായ്സിങ്ങിൻ്റെ ഒരു ഫ്ലേവർ ലോഡ്സ്, ഹിന്ദി മസാല എന്ന് പറഞ്ഞ ഫ്ലേവറുള്ള ലോഡ്സ്. പിന്നെ അതേ ഈ സാധനം മധുരമുള്ളത്. പിന്നെ അതേ ഈ ബാറ്റ് അത് തന്നെ. പിന്നെ ഈ പപ്പടം തന്നെ. പിന്നെ മറ്റേ ഗോബിൾസിൻ്റെ കേക്കില്ലേ ഗൈസ്, പിന്നെ ഗോബിൾസോ അങ്ങനത്തെ പേരുള്ള അതും തന്നു കേട്ടോ. അതാണ് ബീഗം തന്നത്. പിന്നെ മറ്റുള്ള എന്തായിരുന്നു, നമ്മളവിടെ മന്തിയൊക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും വീടെടുക്കാൻ പറ്റില്ല. വേണ്ടില്ലേ, ഇതാണ് ഗൗരി തന്നത് കേട്ടോ. ഇതാണ് ഗൗരി തന്നത്. ഇതിൻ്റെ മുകളിൽ ഈ സാധനം വെച്ചാൽ കത്തിച്ചിട്ട് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുക വന്ന് ഇവിടെ വീഴും. ഞങ്ങൾ കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഈ പുകയൊക്കെ നമുക്ക് എല്ലാവർക്കും അലർജിയുള്ള സാധനങ്ങളാണ്. പുകയാണ് ഞങ്ങളിവിടെ ചന്ദനത്തിരി പോലും കത്തിക്കാറില്ല. അലർജിയാണ്, എല്ലാവർക്കും അലർജിയാണ്. എനിക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അലർജിയാണ്. അലർജി ഇല്ലാത്ത ആകെ അമ്മമ്മയ്ക്കാണ്. പിന്നെ അമ്മയ്ക്കും അതെന്തായാലും കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷോയ്ക്ക് വേണ്ടി ഇത് ആ ബ്ലാക്ക് സാധനം മാത്രം വെക്കും. പിന്നെ വേറെ എടുത്ത് തന്നത് അമ്മ എവിടെയോ എടുത്ത് വെച്ചേക്കാണ്. ഗ്ലാസ് സെറ്റാണ് തന്നത്. അതും അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് എവിടെ ഉള്ളതാണ് ഞാൻ നോക്കുന്നത്. അത് അമ്മ എടുത്ത് വെച്ചു. ഇതൊന്നുമില്ല. ഇത് 4 നമ്മൾ തന്നത്. ഒക്കെയാണ് അവൾ തന്നത്, ഫിദ ഫാത്തിമ. അവൾക്കും താങ്ക് യു പറയുന്നു. പിന്നെ എടുത്ത് ബെഡ്ഷീറ്റാണ് തന്നത്. അതെവിടെ അമ്മ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് അറിയില്ല, നോക്കാം. ഫേസ് അതവിടെ അമ്മ എടുത്ത് വെച്ചതെന്ന് അറിയില്ല, കാണുന്നില്ല. ഞാൻ റൂം മൊത്തം തപ്പി, ഇവിടെയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അത് നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. അത് അടിപൊളിയായിരുന്നു. കാണുന്നു കേട്ടോ എവിടെ. കിട്ടി. ഇതാണ് ഗൈസ് ബെഡ്ഷീറ്റ്. എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഔട്ടിങ് വീഡിയോ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.